السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ അൽഹംദുലില്ലാ എന്ന ആയത്ത് ഇന്നലെ നാം വിശദീകരിച്ചു. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു, ഇതാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കേണ്ടത്. റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ ലോകങ്ങളുടെ റബ്ബ് അള്ളാഹുവിന് വിശിഷ്ടങ്ങളായ അനേകം നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിന് ഉത്തമമായ ഏറ്റവും നല്ല പേരുകളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ആ ഉത്തമമായ നാമങ്ങളിൽ വിശിഷ്ടമായ ഒരു നാമമാണ് റബ്ബ് എന്നുള്ളത്. റബ്ബ് എന്നത് മനസ്സിലാക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ അടുക്കലേക്ക് പോവുകയും ഫിർഔന്റെ മുമ്പിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഫിർഔൻ മൂസ അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും ചോദിക്കുന്നുണ്ട്, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ഏ മൂസ, നിങ്ങൾ രണ്ടുപേരും പറയുന്ന നിങ്ങളുടെ റബ്ബ് ആരാകുന്നു? അതിന് മൂസ അലൈഹിസ്സലാം നൽകിയ മറുപടി വിശുദ്ധ ഖുർആൻ ഇവിടെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, ഓരോ വസ്തുവിനും അതിന്റെ സൃഷ്ടിപ്പ് പ്രദാനം ചെയ്തവനാകുന്നു. സൃഷ്ടിപ്പ് പ്രദാനം ചെയ്യുക മാത്രമല്ല, സുമ്മ ഹദാ, പിന്നീട് അതിന് മാർഗദർശനം നൽകുകയും ചെയ്തു. സൃഷ്ടിപ്പ് പ്രദാനം ചെയ്ത് മാർഗദർശനം നൽകിയവനാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് മൂസ അലൈഹിസ്സലാം മറുപടി പറയുന്നു. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔന്റെ അർഹതയില്ലാത്ത അവകാശവാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ഇത്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, ഓരോ വസ്തുവിനും അതിന്റെ സൃഷ്ടിപ്പ് പ്രദാനം ചെയ്തവൻ. അപ്പോൾ സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത് റബ്ബിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാകുന്നു എന്നർത്ഥം. മറ്റാർക്കും കഴിയാത്ത ഒരു കാര്യം. ലോകത്തിലെ ജന്തുശാസ്ത്രത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച ശാസ്ത്രജ്ഞന്മാരും അതിസമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്തും മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിയാലും ഒരാൾക്കും കഴിയാത്തൊരു പ്രവർത്തനമാണ് സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത്. ആരാധിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഇവിടെ. അവരുടെ ബലഹീനതയും അവരെ ആരാധിക്കുന്നവരുടെ ബുദ്ധിശൂന്യത വ്യക്തമാക്കുന്നതുമായ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. യാ അയ്യുഹന്നാസു ദുരിബ മസലും ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു വഇൻ യസ്ലുബുഹുമുദ് ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു ലൗഫത് ത്വാലിബു വൽ മത്ലൂബ്. ഏ മനുഷ്യരെ, ദുരിബ മസലും ഫസ്തമിഊ, ഇതാ ഒരു ഉദാഹരണം വിവരിച്ചു തരുന്നു, നിങ്ങളത് ശ്രദ്ധാപൂർവം കേൾക്കുവീൻ. എന്താണത്? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെല്ലാം അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കയില്ല എന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിനെ തിരിച്ചു പിടിക്കുവാനും അവർക്ക് സാധിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തേടുന്നവരും തേടപ്പെടുന്നവരും എത്ര ദുർബലരാകുന്നു. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി. എത്ര കഴിവുള്ളവരായാലും, എത്ര സമ്പത്തുള്ളവരായാലും, എത്ര ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം കൈവശമുള്ളവരായാലും ശരി, ഒരാൾക്കും വളരെ നിസ്സാരമായ ഒരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയില്ല. അത്രമാത്രം ദുർബലരാകുന്നു സൃഷ്ടികൾ എന്നർത്ഥം. അശ്ശൈഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ല, അദ്ദേഹം റബ്ബിന്റെ ഗുണങ്ങളെ വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, റബ്ബ് ആരാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അർ റബ്ബു ഹുവൽ ഖാലിഖുൽ മാലികുൽ മുദബ്ബിർ. റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ഖാലിഖായിരിക്കണം, മാലിക്കായിരിക്കണം, മുദബ്ബിറായിരിക്കണം. സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ, അതിനെ ഉടമപ്പെടുത്തുന്നവൻ, അതിനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നടക്കുവാൻ സാധിക്കുന്നവൻ. ഈ കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയവനാകുന്നു റബ്ബ്. ഇബ്നുൽ ഉസൈമീൻ അതിനെ തെളിവ് പിടിച്ചത് വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 54-ാമത്തെ വചനമാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അറിയുക, സൃഷ്ടിപ്പും നിയന്ത്രണാധികാരവും അവന് മാത്രമാണ്, അഥവാ അള്ളാഹുവിന് മാത്രമാണ്. ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു സമ്പൂർണ്ണ അനുഗ്രഹദാതാവാകുന്നു.
ഈ റബ്ബ് എന്ന് പറയുന്നത് റബ്ബ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യക്കാരുടെയോ ഏതെങ്കിലും പ്രത്യേക ഭാഷ സംസാരിക്കുന്നവരുടെയോ റബ്ബല്ല. റബ്ബുൽ ആലമീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ ലോകങ്ങളുടെയും റബ്ബാകുന്നു അവൻ എന്നതാണ്. ആ റബ്ബിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി വരുന്ന കാലത്ത് അവിടെയുണ്ടായിരുന്ന അറബികൾക്ക് അള്ളാഹുവിനെ കൃത്യമായിട്ട് അവർക്കറിയാമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. നീ അവരോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു എന്ന്. അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല എന്നർത്ഥം. കുൽ പ്രവാചകരെ അവരോട് ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ്. അവരോട് താങ്കൾ ചോദിക്കണം, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ്? നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തിയവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനുള്ളവയിൽ നിന്ന് നിർജീവമായതിനെയും വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, അതുപോലെ തന്നെ ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാകുന്നു എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. വമൻ യുദബ്ബിറുൽ അംറ, അതുപോലെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്നവരോട് ചോദിച്ചാലും അവരുടെ മറുപടി ഫസയഖൂലൂന അല്ലാഹ്. അവർ പറഞ്ഞിരുന്നത് അതൊക്കെ അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഇതെല്ലാം സൃഷ്ടിപ്പ് നടത്തുന്നവൻ എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. എന്നാൽ ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ട്, മുദബ്ബിറുൽ അംർ ആരാ, ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിസ്സാരമായ ഒരു സൃഷ്ടി അവനാണ് ലോകം നിയന്ത്രിക്കുന്നവൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ വിവരക്കേടിന്റെ ആഴമാണ് അതറിയിക്കുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ഖാലിഖായിരിക്കണം, റാസിഖായിരിക്കണം, മുദബ്ബിറായിരിക്കണം, ഹാദിയായിരിക്കണം. അഥവാ സൃഷ്ടിപ്പ് നടത്തുക, ഉപജീവനം നൽകുക, സർവ്വകാര്യങ്ങളെയും സർവ്വലോകങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികൾക്കും വഴികാട്ടുക. ഇതെല്ലാം റബ്ബാണ് നിർവഹിക്കുന്നത്. റബ്ബിനെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ആ റബ്ബിനാകുന്നു അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അപ്പോൾ സൃഷ്ടിപ്പ് നടത്തുക മാത്രമല്ല, അതിന് ഭക്ഷണവും പാർപ്പിടവും അവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രതിരോധ മാർഗവും തുടങ്ങി ഒരു സൃഷ്ടിക്ക് നിലകൊള്ളാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഒരുക്കുന്നവൻ. ഒരു സൃഷ്ടിക്ക് ആവശ്യമായതെല്ലാം ആ സൃഷ്ടി ആവശ്യപ്പെടാതെ തന്നെ ഒരുക്കി വെച്ചവൻ. ഓരോ സൃഷ്ടിക്കും ഓരോ ഘട്ടത്തിലും ആവശ്യമായതൊക്കെ നൽകി അവയെ പടിപടിയായി വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ. അവൻ ആരാണോ അവനാകുന്നു റബ്ബ്. ഈ റബ്ബിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിന്റെ ആദ്യ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. വഹയിന്റെ തുടക്കമെടുത്ത് പരിശോധിക്കുക. നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. സൂറത്തുൽ അലക്കിലെ ആദ്യ വചനം. ഇതാണ് വഹയിന്റെ തുടക്കം. റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. റബ്ബിനെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്, അല്ലാഹു എന്ന പദമല്ല. കാരണം അല്ലാഹുവിനെ അവർക്കറിയാം. നമുക്ക് അതേ ആയത്തിൽ തന്നെ രണ്ടാമത് വീണ്ടും പറയുന്നു, ഇഖ്റാ റബ്ബുക്കൽ അക്രം, വായിക്കുക, നിന്റെ റബ്ബ് അത്യുദാരനാകുന്നു. പിന്നീട് ലഭിക്കുന്ന വഹയിലും അത് തന്നെ കാണുവാൻ സാധിക്കും. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, പുതച്ചു മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കുക. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. മൂന്നാമത് ലഭിക്കുന്ന വഹയിലും ഇത് നമുക്ക് കാണാം. വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല, സൂറത്ത് മുസ്സമ്മിൽ. വദ്കുരിസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീല, നിന്റെ റബ്ബിന്റെ നാമം സ്മരിച്ച് സർവ്വവും വെടിഞ്ഞ് അവനിലേക്ക് അഥവാ അള്ളാഹുവിലേക്ക് മാത്രം തിരിയുക. പിന്നീട് ലഭിക്കുന്നത് മുഴുവനായി അവതരിച്ച സൂറത്തുൽ ഫാത്തിഹയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെയും നമുക്ക് കാണാം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുടക്കത്തിലുള്ള എല്ലാ ആയത്തുകളും സൂറത്തുൽ മുസ്സമ്മിൽ ഇറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 10-15 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലച്ചു. മക്കയിലുണ്ടായിരുന്ന ശത്രുക്കളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ ശൈത്താൻ മുഹമ്മദിനെ കൈവടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂലഹബിന്റെ ഭാര്യ. അബൂലഹബിന്റെ ഭാര്യയായ ആ സ്ത്രീ പറഞ്ഞത്, യാ മുഹമ്മദ് മാ അറാ ശൈത്വാനക ഇല്ലാ ഖദ് തറകക, മുഹമ്മദേ, നിന്റെ ശൈത്താൻ നിന്നെ കൈവടിഞ്ഞിരിക്കുന്നു.
നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, മറ്റൊരു റിപ്പോർട്ടിൽ നിന്നെ കൈവെടിഞ്ഞിരിക്കുന്നു എന്ന് കാണാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ദുഹ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇവിടെ കാണാം നമുക്ക് മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിന്റെ റബ്ബ് നിന്നെ കൈവെടിഞ്ഞിട്ടില്ല. നിന്റെ റബ്ബ് കണ്ടോ, നിന്റെ റബ്ബ് എന്ന് ഉപയോഗിച്ചു. നിന്റെ റബ്ബ് നിന്നെ കൈവെടിഞ്ഞിട്ടില്ല. അതേ ആയത്തിൽ തന്നെ കാണാം മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകുക തന്നെ ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടും, നിനക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച് എടുത്തു പറഞ്ഞതും റബ്ബ് എന്ന വാക്കാണ്. അപ്പോൾ ഈ റബ്ബ് എന്നതിന്റെ മഹത്വം നമുക്ക് അറിയാം. അത് അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളിൽ, ഉന്നതമായ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാകുന്നു. ഈ റബ്ബിനാണ് നാം സ്തുതി പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ഘട്ടത്തിലും മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടതാണ്. നമ്മുടെ വിഷമഘട്ടത്തിലും അതുപോലെ തന്നെ നമ്മുടെ സുഖകരമായ അവസ്ഥകളിലും എല്ലാം. ഒരു നിയമത്തുണ്ടാകുന്ന സമയത്ത്, ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്, എല്ലാ സന്ദർഭത്തിലും ഓരോ വിശ്വാസിയും പൂർണ്ണ മനസ്സോടെ, നിറഞ്ഞ മനസ്സോടുകൂടി പറയേണ്ട ഒന്നാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ